ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 27-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ ആമുഖമായി ഒന്ന് വായിക്കുകയാണ്. ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. 27-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു ദിവ്യ സാക്ഷ്യമാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കുമെന്ന് സാക്ഷിച്ച ദാവീദ്, ധൈര്യത്തോട് പറഞ്ഞ ദാവീദ്, മാംസം തിന്നുവാൻ തന്നോട് അടുക്കുന്ന വൈരികളെയും ദുഷ്കർമ്മികളും എന്നോടടുക്കുമ്പോൾ ഇടറി വീഴുമെന്ന് സാക്ഷിച്ച ദാവീദ്, ആധ്യാത്മികതയുടെ ആത്മധൈര്യത്തിൻ്റെ നൈർമല്യത്തിൻ്റെ ഒരു പുതിയ തലം നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. പഴയകാലത്ത് ക്യാനിബാലിസം, അതായത് മനുഷ്യമാംസം തിന്നുന്ന ആളുകൾ, ആ ഒരു അവസ്ഥയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാനിബാൾസ് എന്ന് പറയുന്നത് നരഭോജികളെ പറ്റിയാണ്. ക്യാനിബാലിസം ആ ഒരവസ്ഥയാണ്. നരഭോജികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യമാംസത്തിന് പ്രത്യേക രുചിയുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തിൽ തന്നെ പലയിടത്തും അങ്ങനെയുള്ളൊരു സംവിധാനം നിലനിന്നിരുന്നു. മനുഷ്യമാംസം തിന്നിരുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളെപ്പറ്റി നാം കേട്ടിട്ടുണ്ട്. ചില ഗോത്രവർഗങ്ങളിലും ഈ ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. മനുഷ്യനെ മനുഷ്യൻ ഭക്ഷിക്കുക എന്നുള്ളത് ഭീതിതമാണ്. സഹോദരൻ്റെ മാംസത്തിന് ചുടുചോരയ്ക്ക് രുചിയുണ്ടെന്ന് പറയുന്നതും ദയനീയമായൊരു അവസ്ഥയാണ്. നിവർത്തികേടുകൊണ്ട് പരസ്പരം കൊന്നൊടുക്കി ജീവിച്ച മനുഷ്യവർഗങ്ങൾ ചരിത്രത്തിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യമാംസം തിന്നുന്നത് ഒരു വൈകൃതം കൂടിയാണ്, ഒരു ജനറ്റിക്കൽ വൈകൃതം കൂടിയായി പിന്നീട് നരവംശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാവീദ് ഇവിടെ പറയുന്നത്, വൈരികളും ദുഷ്കർമ്മികളുമായവർ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴുമെന്നാണ്. അതിന് 2 കാര്യങ്ങളുണ്ട്. അവനൊരു രാജാവായതിനാൽ അവനെ തകർത്ത് രാജ്യം പിടിച്ചടക്കുവാൻ ഓടി വരുന്ന മനുഷ്യവർഗമുണ്ട്. യുദ്ധക്കൊതിയന്മാരും യുദ്ധവെറിയന്മാരുമുണ്ട്. അവൻ്റെ കുലത്തിൽ നിന്നുകൊണ്ട് തന്നെ, അവൻ്റെ ഗോത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ, രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദാവീദിനെതിരായി പോരാടുന്ന ദുഷ്കർമ്മികളെക്കുറിച്ചും അതിൻ്റെ അകത്തിൽ വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ വാക്കുകളുടെ വക്കാണത്തിൽ, നാവുകളുടെ ക്രൂരതയിൽ വേദനിപ്പിക്കുന്നവരെ പറ്റിയുള്ള വിലയിരുത്തലുമുണ്ട്. അപ്പോൾ ഒരേ സമയം ശത്രുക്കളായി വെളിയിൽ നിന്നും അകത്തു നിന്നുമുള്ളവർ, ആയുധമെടുക്കാതെ നാവെന്ന അവയവങ്ങൾ കൊണ്ട് തങ്ങളുടെ ദുരാലോചന കൊണ്ട് നശിപ്പിക്കാൻ ഓടിയെടുക്കുന്നവർ, ഇതിനെക്കുറിച്ചെല്ലാമുള്ളൊരു വിലയിരുത്ത് മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ ഇടറി വീഴും എന്നുള്ള ആശയം കൊണ്ട് വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിനും അതിനൊരു പുതിയ ഒരു മാനദണ്ഡം നമ്മൾ കാണണം. ഇന്ന് ആധുനിക കാലത്ത് നരഭോജികളില്ലെങ്കിലും നരഭോജികളേക്കാൾ കൂടുതൽ ക്രൂരന്മാരായ ദുഷ്കർമ്മികളായ മനുഷ്യർ ഇന്നുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആലോചന കൊണ്ടോ വീണ്ടും ഒരു നരഭോജിത്വം സമൂഹത്തിൽ സൃഷ്ടിക്കരുത്.
സഭയിലും സാഹചര്യങ്ങളിലും സൃഷ്ടിക്കരുത്, കുടുംബത്തിൽ സൃഷ്ടിക്കരുത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നത്, ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ദാവീദ് അവൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട്, നേരിടുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പല വിലയിരുത്തലും നടത്തുന്നത്. അതുകൊണ്ടാണ് ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളും വിലയിരുത്താറുണ്ട്. ചിലപ്പോൾ പല കഠിനമായ വിലയിരുത്തലുകൾ നടത്താറുണ്ട്. നമ്മുടെ ഉപമകളും ഉൽപ്രേക്ഷകളുമൊക്കെ ഒരു സാഹചര്യത്തിനപ്പുറമായിട്ടും പോകാറുണ്ട്. ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു സൈന്യം വന്ന് പാളയമടിക്കുക എന്ന് വെച്ചാൽ നിസ്സാരമല്ല. ആദ്യം ചുറ്റുവട്ടം മൊത്തം വലയം ചെയ്യും, ഭക്ഷണപദാർത്ഥങ്ങൾ തടയും, മരുന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നത് തടയും, അകത്തോട്ടും വെളിയിലോട്ടും പോകാനുള്ള സാഹചര്യം തടയും. ഈ പാളയമടിച്ച് പാർക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരു അനുഭവമാണ്. അതായത് ഒരു ഗുഹയ്ക്കുള്ളിലായിരിക്കുന്ന, പുനത്തിനുള്ളിലായിരിക്കുന്ന ഒരു ജീവിയെ പുക കയറ്റി ശ്വാസം മുട്ടിച്ച് വെളിയിലോട്ട് ചാടിക്കുന്ന ഒരവസ്ഥ. ആയതുപോലെ ശത്രുക്കൾ തൻ്റെ രാജ്യത്തിന് ചുറ്റും വന്ന് അനങ്ങാൻ വയ്യാത്ത രീതിയിലാക്കിയാൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല. പാളയമടിച്ച് കിടന്നാലും ഭയപ്പെടുകയില്ല. അപ്പം ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും, അപ്പോൾ പാളയമടിച്ച് കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അകത്തോട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും തടയുമ്പോഴും അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ളതെല്ലാം അവർ കൊണ്ടുവരും. പണം കാണും, ഭക്ഷണം കാണും, കുടിവെള്ളം കാണും, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവർ സംഭരിച്ചുകൊണ്ടാണ് വരുന്നത്. പാളയമടിച്ച് കിടക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മാസമായിരിക്കും പാളയമടിക്കുന്നത്. ഒരു വർഷം തന്നെ പാളയമടിച്ച് കിടന്ന യുദ്ധസംഹിതകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചൈനയിലെ വൻമതിലിനും മറ്റും പണി കഴിപ്പിച്ച് ശത്രുക്കളിൽ നിന്ന് ചൈനീസ് ഭരണാധികാരികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിനെ തോൽപ്പിക്കുവാൻ അതിനു ചുറ്റും പാളയമടിച്ച ശത്രുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ചൈനയിലെ വൻമതിൽ പലപ്പോഴും തകർന്നത് പുറത്തുനിന്നുള്ള ആക്രമണം കൊണ്ടല്ലായിരുന്നു, അകത്തു നിന്നുള്ള ചതിവ് കൊണ്ടാണ് പലപ്പോഴും ചൈനയിലെ വൻമതിൽ തകർന്നു പോയത്. ആയതുപോലെ നമ്മൾ എത്രമാത്രം വൻമതിലുകൾ പടച്ചു കെട്ടിയാലും പാളയമിറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശത്രുവുണ്ട്. ദുരാത്മാവിൻ്റെ അനുഭവം അതുപോലെ. നമ്മൾ പ്രാർത്ഥന കൊണ്ടും വിശുദ്ധി കൊണ്ടും നന്മ കൊണ്ടും കോട്ട കെട്ടിയാലും ദുരാത്മാവ് കാത്തുകെട്ടി കിടക്കും. ഞാൻ കോട്ട കെട്ടി ഞാൻ സുരക്ഷിതനാണെന്ന് ആരും ചിന്തിക്കരുത്. സമ്പത്തും പ്രതാപവും ബന്ധുബലവും അനുഭവങ്ങളുമൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ശക്തമായ കോട്ടയാണ്. പക്ഷേ ആ കോട്ടയെ മറികടക്കുന്ന പതിയിരിപ്പുകാർ, പാളയം അടിച്ചു കിടക്കാൻ വേണ്ടി കടന്നു വരുന്ന ശത്രുക്കൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. ചില മനുഷ്യരുടെ പ്രത്യേകതയാണ്, എത്ര സമയം പോയാലും പണം പോയാലും അവർ പിന്നെയും കാത്തുകെട്ടി കിടക്കും. കേസുകളും വഴക്കുകളുമായിട്ട് മറ്റുള്ളവരുടെ പുറകെ നടക്കും. പീഡിപ്പിക്കാനും നിന്ദിക്കാനും ദുഷിക്കാനും അവർ തയ്യാറാകും. അവർക്ക് പണം പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല, സമയം പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല, ആരോഗ്യം പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും അവർ കേസ് നടത്തും, വഴക്ക് നടത്തും, തർക്കങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെ ചിന്തിച്ചോണം, നമുക്കെതിരെ പാളയമിടങ്ങിക്കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ദാവീദ് പറയുന്നു, ഒരു സൈന്യം എനിക്കെതിരെ, ഒരു വ്യക്തിയല്ല. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെയോ രണ്ട് വ്യക്തികളുടെയോ ഒരു സമൂഹത്തിൻ്റെയോ മാത്രം എതിർപ്പുകളാണ്. ഇവിടെ ദാവീദ് നേരിട്ടെന്ന് പറയുന്നത് ഒരു വലിയ സൈന്യം, ഒരു രാജ്യത്തിൻ്റെ മൊത്തം സൈന്യം, അവരുടെ മിലിറ്ററി സെറ്റപ്പ് മൊത്തം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ അതിനപ്പുറമായി വേറൊരു മിലിറ്ററി സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. ഏലിശ പറയുന്നുണ്ട്, ഗേഹസിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെ ഉള്ളവരേക്കാൾ അധികമാണ്. ഏലിശ മുഖേന ഇസ്രായേൽ പലപ്പോഴും വിജയം കണ്ടെത്തുന്നു എന്ന് മനസ്സിലായ ശത്രു രാജാവ്, ഏലിയ മൂലമാണ് ഇസ്രായേൽ രാജാവ് വിജയം കണ്ടെത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഏലിശായെ തകർക്കണമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഏലിശായെ ജീവനോടെ പിടിക്കുവാൻ തക്കവണ്ണം, കൊന്നുകളവാൻ തക്കവണ്ണം ഏലിശ പ്രവാചകൻ പാർത്ത പ്രദേശത്തിന് ചുറ്റും പടയാളികളെ കൊണ്ട് വിന്യസിച്ചു. അത് കണ്ടപ്പോൾ ഗേഹസി എന്ന് പറയുന്ന ഏലിശായുടെ ശിഷ്യൻ പറയുന്നു, ദാസൻ പറയുന്നു, അല്ലയോ ഗുരുനാഥ പ്രവാചക, ഒരു വലിയ സൈന്യം ദാ മല മൊത്തം നിറഞ്ഞിരിക്കുന്നു, നമ്മളെ വലയം ചെയ്തിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, നമ്മോടുകൂടെയുള്ളവരെ നീ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും, അവരെക്കാൾ അധികമാണ്.
ഈ ഗേഹസിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ പ്രവാചകൻ പറയുന്നത്. അവൻ ആരെയും കാണുന്നില്ല. ഏലിശാ പ്രവാചകൻ പ്രാർത്ഥിച്ച് അവനോട് നോക്കാൻ പറഞ്ഞപ്പോൾ ഗേഹസിയുടെ കണ്ണു തുറന്നു. ആ ചുറ്റുവട്ടമുള്ള കുന്നും മലകളും മൊത്തം അഗ്നിരഥങ്ങളും അഗ്നിശ്വങ്ങളും കൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരാൽ മാലാകമാരാൽ നിറഞ്ഞിരിക്കുന്നത് ഗേഹസി കാണുന്നു. നമ്മളുടെ ജീവിതത്തിലും ഇത് തന്നെ ഓർത്തോണം. പലപ്പോഴും ലോകത്തിൻ്റെ സൈന്യങ്ങളുടെ എണ്ണം എടുക്കാനാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. ലോക സൈന്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിരാശരായി പോകും, വേദനയിൽപ്പെട്ടു പോകും, അസ്വസ്ഥതയിലായിപ്പോകും. അവർ വന്നാൽ പോലും ഞാൻ പരാജയപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുണ്ടാകണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടത്, എതിർക്കുന്നവരുടെ എണ്ണത്തിൽ നമ്മൾ പലപ്പോഴും പരിഭവപ്പെട്ടു പോകും, തളർന്നു പോകും. അയ്യോ അവർ കൂടുതലാണ്, അവർ നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മൾ എന്തു കൊടുക്കും, എനിക്ക് തടയാനൊന്നുമില്ല, എനിക്ക് തടയാനുള്ള ബുദ്ധിയില്ല, ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ശക്തിയില്ല, ആരുടെയും പിന്തുണയില്ല. പലപ്പോഴും നമ്മൾ പരാതിപ്പെട്ടു പോകും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അത്തരക്കാരെത്ര അധികമാണെങ്കിലും ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടില്ല, എനിക്ക് അസ്വസ്ഥത ഉണ്ടാകത്തില്ല. ആ ഒരു ചിന്താധാര നമ്മളെ ശക്തീകരിക്കണം. ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവനെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ നേരിടുന്ന പ്രതിസന്ധികളിൽ ഓർത്തോണം, ഒരുപക്ഷെ പാളയം ഇറങ്ങുന്ന വലിയ സൈന്യങ്ങൾ കാണത്തില്ല. ഇന്ന് നമുക്കെതിരെ പാളയം ഇറങ്ങുന്ന സൈന്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിനെതിരെ പാളയം ഇറങ്ങുന്ന വലിയ സൈന്യങ്ങളുണ്ട്. വർഗീയത, ജാതീയത, ജാതിഭ്രാന്ത്, രാഷ്ട്രീയമായ അപജയങ്ങൾ, അക്രമങ്ങൾ, ഇവയൊക്കെ ഒരു വലിയ സൈന്യമായി നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജനായത്ത സംവിധാനത്തിനെതിരെ പാളയം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കൃതിക്കെതിരെ പാളയം ഇറങ്ങിയിട്ടുണ്ട്. വെളിയിലുള്ള ശത്രുക്കളേക്കാൾ ശക്തമായിട്ട് ഇവയൊക്കെ ഉള്ളിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ ഭയപ്പെടരുത്. അതോടൊപ്പം തന്നെ വ്യക്തിജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളുണ്ട്. നിരാശ ഒരു സൈന്യമാണ്, പരാജയങ്ങളൊരു സൈന്യമാണ്, ആത്മീക അപജയം ഒരു സൈന്യമാണ്. ഇവയൊക്കെ നമുക്ക് ചുറ്റും പാളയം ഇറങ്ങി കിടക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ വീണ്ടും വ്യക്തിജീവിതത്തിലും ആലോചിച്ചു വേണം. ചിലർ പുറകേ നടന്ന് നമ്മളെ ഉപദ്രവിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിക്കൊരു സൈന്യമാകാൻ പറ്റും. ചില ദുഷ്ടത നിറഞ്ഞ മനുഷ്യരുണ്ട്. ആ 1000 പേര് ചെയ്യുന്ന ദ്രോഹം ഒരൊറ്റ മനുഷ്യൻ ചെയ്യും. എന്തുകൊണ്ടാണ് ദൈവം കണ്ണടച്ചതിന് അനുവാദം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. സാധുക്കളെയും പാവങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുന്ന, സൈന്യത്തേക്കാൾ മാരകമായ ആയുധങ്ങളുമായി കൊണ്ടു നടക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. കല്യാണ മുടക്കുകൾ, മാരകമായ അസുഖങ്ങൾ പരത്തുന്നവർ, പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവർ, സമൂഹത്തിൻ്റെ ഐക്യത്തെ കളയുന്നവർ, അത് സഭയിലുണ്ട്, പള്ളികളിലുണ്ട്, സമൂഹത്തിലുണ്ട്, ചുറ്റുവട്ടങ്ങളിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇത്തരക്കാർ ചെയ്യുന്ന ദ്രോഹങ്ങൾ വാക്കുകൾക്കപ്പുറമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ സൈന്യമുണ്ടെങ്കിലും ഒരൊറ്റ വ്യക്തികളെപ്പോലെ, ഒരു ബലഹീനനായ ഒരു വ്യക്തിയുടെ എതിർപ്പ് പോലെ ദൈവം ചിലപ്പോൾ വലിയ സൈന്യത്തിൻ്റെ പ്രതിസന്ധികളെ ആക്കി തീർക്കും. അവിടെയും ഒറ്റ വ്യക്തി ഒരു സൈന്യമായി നിന്നുകൊണ്ട് പോരടിക്കുമ്പോഴും അവിടെയും ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാകും. അതുകൊണ്ട് വാത്സല്യമുള്ളവരെ, സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ആരൊക്കെ വന്നോട്ട്, എവിടെയൊക്കെ വന്നോട്ട്, ആരുടെയൊക്കെ പിന്തുണ ഇല്ലാതിരുന്നു കൊള്ളട്ടെ, ഞാൻ സൃഷ്ടിച്ച കോട്ടകളൊക്കെ തുരന്നു കയറി വന്നാലും എനിക്ക് വിഷമമില്ല. ആ വിഷമമില്ലാത്തൊരനുഭവമാണ് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നത്. വീണ്ടും പറയുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ദാവീദ് ആഗ്രഹിച്ച ദൈവസന്നിധിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരപേക്ഷയുണ്ട്. അതാണ് ഇവിടെ പറയുന്നു, യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. 3 കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത്, അത് ആഗ്രഹിക്കുന്നത്. അതൊന്നായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ മനോഹരത്വം കാണണം. യഹോവയുടെ മനോഹരത്വം കാണുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കണ്ണുകൾ കൊണ്ട് യഹോവയുടെ മനോഹരത്വം കാണുക. യഹോവയെ പലപ്പോഴും പലരും കണ്ടത് പല രീതിയിലാണ്. സാത്താൻ വിറയ്ക്കുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ നോട്ടത്തിൻ്റെ മുമ്പിൽ. നന്നാലും മുഖങ്ങളോടുകൂടിയ രൂപത്തെ കണ്ട യെഹെസ്കേൽ പ്രവാചകനെക്കുറിച്ച് പറയുന്നു. 6 ചിറകുകളോടുകൂടിയ
ദൂതന്മാരെ വരെ കണ്ട ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ പറയുന്നു. ഇതെല്ലാം ഓരോരോ ദർശനങ്ങളാണ്. ഒരു രീതിയിൽ ഓരോ പ്രാർത്ഥനകളും അനുഭവങ്ങളുമാണ്. യഹോവയുടെ മനോഹരത്വം കാണുവാൻ. നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, ദയാലുവോട് നീ ദയാലുവാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ്. അപ്പോൾ യഹോവയുടെ മനോഹരത്വം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനോഹരമായി ജീവിതവും സാക്ഷ്യമുള്ളവരായിരിക്കണം, മനസ്സുള്ളവരായിരിക്കണം. ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് കടമൊഴിയായി കാണുന്നതാണെങ്കിലും നമ്മളുടെ ഒറിജിനൽ രൂപമാണ്. ഒരിക്കലും ഒരു ദർപ്പണം നമ്മളുടെ രൂപത്തെ കൂടുതൽ സുന്ദരമായി കാണിക്കുന്നില്ല. വലിപ്പത്തിലും ചെറുപ്പത്തിലുമൊക്കെ കാണിക്കും. പക്ഷേ നമ്മളുടെ ആ ഒറിജിനൽ രൂപം ആ കണ്ണാടിയിൽ കൂടെ നമ്മൾ കാണുന്നത്. നമ്മളുടെ മുഖത്തെ ഒരു മറുക് കാണാം, ഒരു പാട് കാണാം, മറ്റെന്തെങ്കിലും ഒരു സ്കാർ കാണാം, എല്ലാം കാണാം. പക്ഷേ നമ്മളുടെ ഒറിജിനൽ രൂപമാണ് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നത്. അപ്പോൾ യഹോവയുടെ മനോഹരത്വം കാണണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയിലൂടെ നോക്കാൻ പറ്റത്തില്ല. നമ്മൾ നിർമ്മലരും നിഷ്കളങ്കരും മനഃശുദ്ധിയുള്ളവരുമായ ദൈവത്തെ നോക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ രൂപം ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. വെണ്മയും ചുവപ്പുള്ളവനാണ് എൻ്റെ ദൈവം. പാട്ടുകാരൻ പാടിയത് അതുകൊണ്ടാണ്. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാനുലാകിൽ, കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സലാം. മണ്ണെ പ്രതി മാണിക്യം വേടിയോകില്ല ഞാൻ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേൻ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. യഹോവയുടെ മനോഹരത്വം കാണണം. യഹോവയുടെ മനോഹരത്വം കാണുന്നവർ അവർക്കും ഒരു മനോഹരത്വമുണ്ട്. ജീവിതത്തിൽ മനോഹരത്വമുള്ളവർക്ക് യഹോവയെ കാണാൻ പറ്റത്തുള്ളൂ. യഹോവയുടെ മനോഹരത്വം ഭൗതികമായ സൗന്ദര്യമല്ല. യഹോവയുടെ മനോഹരത്വം ഭൗതിക ആരോഗ്യത്തിൻ്റെ തലമല്ല. യഹോവയുടെ മനോഹരത്വം ആസക്തിയുടെ പളപളപ്പല്ല. മറിച്ച് നിങ്ങളും ഞാനും മനോഹരരായി തീരുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ സുന്ദരരായി തീരുവാൻ തക്കവണ്ണം, നിർമ്മലരായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ചോദനയുടെയും ഒരു വലിയ ആശീർവാദത്തിൻ്റെയും തുടർച്ചയാണ് യഹോവയുടെ മനോഹരത്വം. അപ്പോൾ ദാവീദ് ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണണം. വീണ്ടും പറയുന്നു, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അപ്പം മന്ദിരത്തിൽ ധ്യാനിക്കുകയും ആയുഷ്കാലമൊക്കെയും പാർക്കുകയും ചെയ്യുവാനുള്ളൊരു അനുഭവം ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. രാജാവായ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് തൻ്റെ തലമുറ കൂടുതൽ അനുഗ്രഹമായി വരുവാനല്ല, തൻ്റെ തലമുറയ്ക്ക് തന്നെ അധികാരം നിലനിന്ന് കാണുവാനുമല്ല, സാമ്പത്തികമായ ഉന്നമനത്തിനല്ല, ഭൗതികമായ ഉയർച്ചയ്ക്കല്ല. മറിച്ച് ദാവീദ് പ്രാർത്ഥിച്ചു അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനുമാണ്. അപ്പം ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും തക്കവണ്ണം ഒരു വലിയ യാചന ഉണ്ടാകണം. യഹോവയുടെ ആലയത്തിൽ പാർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് നിസ്സാരമല്ല. യഹോവയുടെ മന്ദിരത്തിൽ പാർക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. യഹോവയുടെ മന്ദിരത്തിൽ പാർക്കുന്നവന് യഹോവയുടെ മന്ദിരത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകണം, സുഗന്ധമുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം, ആരാധനാ ശൈലി ഉണ്ടാകണം, പ്രാർത്ഥനാനുഭവം ഉണ്ടാകണം, അവിടെ ധ്യാനിക്കാനുള്ള ശക്തി ഉണ്ടാകണം. ഇന്ന് മനുഷ്യൻ ധ്യാനാത്മകമാകേണ്ടതിൻ്റെ ആവശ്യകത ഒത്തിരിയുണ്ട്. ഇന്ന് നമുക്ക് സമയമില്ല. യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിച്ചിരിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. ഇന്ന് യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കാൻ തക്കവണ്ണം താല്പര്യമില്ലാതെ പോകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ ഒരു ധ്യാനമുണ്ടാകണം, ഒരു പ്രാർത്ഥനയുണ്ടാകണം,
അതും ആയുഷ്കാലം മുഴുവൻ പാർക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകണം. നമ്മളുടെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ ഈ ധ്യാനമുണ്ടാകണം. നാം ഒരു വ്യക്തിയെ നോക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തെ കാണുന്നത് പോലെയുള്ള ധ്യാനമുണ്ടാകണം. നമ്മളുടെ നോട്ടത്തിൽ അസൂയ ഉണ്ടാകരുത്. നമ്മളുടെ നോട്ടത്തിൽ വ്യർത്ഥമായ ചിന്താധാരകൾ ഉണ്ടാകരുത്. അശുദ്ധിയുടെ സ്പർശനങ്ങൾ ഉണ്ടാകരുത്. അവൻ്റെ മന്ദിരത്തിൽ ദീർഘകാലം പാർക്കുവാനുള്ള ഒരു ഒരുക്കമുണ്ടാകണം. നമ്മൾ സാധാരണയായിട്ട് എവിടെയെങ്കിലും ദീർഘകാലം പാർക്കാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം നടത്തും. നമ്മളുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ഭക്ഷണങ്ങൾ തയ്യാറാക്കും. അപ്പം ഭക്ഷണം വേണം, വസ്ത്രം വേണം, അവിടെ ആയിരിക്കാനുള്ള ചുറ്റുവട്ടങ്ങൾ വേണം. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം പാർക്കുവാനുള്ള ഭക്ഷണമെന്ന് പറയുന്നതും അനുഭവങ്ങളെന്ന് പറയുന്നതും ശക്തമായൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധമായ മാമോദീസായും മൂറോനഭിഷേകവും അതിനാവശ്യമാണ്. യഹോവയുടെ മന്ദിരത്തിൽ ദീർഘകാലം പാർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് നിരാശയും ദുഃഖവും കാണത്തില്ല. അവൻ്റെ പാർപ്പിടത്തെപ്പറ്റി, ഭൗതികമായ ചുറ്റുപാട്ടത്തെക്കുറിച്ച് ധ്യാനിക്കത്തില്ല. നിങ്ങളും ഞാനും നമ്മൾ ഉണ്ടാക്കുന്നതായ പാർപ്പിടത്തിൽ പാർക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. നിങ്ങളും ഞാനും നമ്മൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ പാർപ്പിടത്തിൻ്റെ മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിലുപരിയായി ദൈവമേ, നിൻ്റെ മന്ദിരത്തിൽ ദീർഘകാലം പാർക്കണം. പാർക്കുമ്പോൾ പ്രാർത്ഥനാസ്വരങ്ങളിലിടയ്ക്ക് നമ്മുടെ ഉറക്കത്തെ കളയും. വേദവായനകൾ നമ്മളുടെ സ്വസ്ഥതയെ തകർത്തുന്നു വീഴും. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം പാർക്കുമ്പോൾ ആരാധനയുടെ സുഗന്ധം ഉയർന്നു കേൾക്കും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. യഹോവയുടെ മന്ദിരത്തിൽ ദീർഘകാലം പാർക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള നേർച്ച കാഴ്ചകളൊക്കെ വേണം. അതിനുള്ള നേർച്ച കാഴ്ചകളും അതിനുള്ള സമർപ്പണവും അതിനുള്ള പ്രാർത്ഥനയും നമ്മളെ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം പാർക്കുവാൻ തക്കവണ്ണം ശക്തമാക്കി തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വീണ്ടും അവിടെ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. യഹോവയുടെ കൂടാരവുമായി നിത്യമായി വാസം ചെയ്യുന്നവന്, അതിനോട് ചേർന്ന് നിന്നവന്, അവൻ അനർത്ഥം വരുമ്പോൾ ആ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഇന്ന് നമുക്ക് ഒളിക്കാൻ ഒരു കൂടാരമില്ല. നമ്മളുണ്ടാക്കിയിട്ടുള്ള പല കൂടാരങ്ങളും, നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള പല അനുഭവങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ സമാധാനത്തെ കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നുള്ള വാക്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രസക്തി. ഇന്ന് നമ്മളുണ്ടാക്കിയ കൂടാരങ്ങളിലിരുന്നാൽ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആദ്യം വിട്ടുപോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. പലരും പറയും, ഞാൻ ഈ വീട്ടിലിരുന്നിട്ടൊരു സമാധാനമില്ല. പ്രിയപ്പെട്ടവനെ, നീ ലക്ഷങ്ങൾ മുടക്കിയ നിൻ്റെ ഭൗതിക കൂടാരമുണ്ടാക്കിയേക്കുന്നത്. കോടികൾ മുടക്കിയിട്ടുണ്ട്. ഒരു എറുമ്പിന് പോലും കടന്നു വരുവാൻ പറ്റാത്ത രീതിയിലുള്ള മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുവനും തകർക്കാൻ പറ്റാത്ത രീതിയിൽ റിമോട്ട് കൺട്രോൾ ഗേറ്റ് വെച്ചിട്ടുണ്ട്. കോട്ടിങ്ങുകൾ ഒത്തിരിയുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒത്തിരിയുണ്ട്. പക്ഷേ ഒരു ചെറിയ മനപ്രയാസം വരുമ്പോൾ എന്നിട്ടും എന്താ നീ അവിടെ ഇരിക്കാത്തത്? അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ദൂരെ യാത്രകൾക്ക് പോകുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ പ്രിയപ്പെട്ടവർ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? അനർത്ഥ ദിവസത്തിൽ നമ്മളെ ഒളിപ്പിക്കാവുന്ന ഒരു കൂടാരമായിട്ട് ഇതൊന്നും മാറുന്നില്ല. സമാധാനം തരുന്ന കൂടാരമായിട്ട് ഇതൊന്നും മാറുന്നില്ല. സന്തോഷം തരുന്ന കൂടാരമായി നമ്മളുടെ ഭവനങ്ങളായി തീരുന്നില്ല. അനർത്ഥ ദിവസത്തിൽ നമുക്ക് അഭയം കണ്ടെത്തുന്ന കൂടാരമായി ദൈവത്തോടൊപ്പമുള്ള വാസം ദൈവം നമുക്ക് തരും. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി ഭവനമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ദൈവത്തിൻ്റെ ആ വാക്കുകൾ നമ്മൾ സങ്കേതപ്പെടണം. പ്രതിസന്ധിയിലൊന്നിരിക്കുവാനും സമാധാനത്തോടെ ഉറങ്ങുവാനും
സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുവാനും വിശ്വാസമുള്ളവരോടൊപ്പം പാർപ്പാനും നമ്മളുടെ ഭൗതിക കൂടാരങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അപജയമാണ്, പരാജയമാണ്. കൂടാരവാസികളാകും നമുക്കിന്ന് വീടെന്നോ നാടെന്നോ ചൊൽവാനെന്ത്, കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതൻ താൻ നീതേ നമുക്കായി വച്ചിട്ടുണ്ട്. അനർത്ഥ ദിവസത്തിൽ പ്രതിസന്ധിയിൽ പാർക്കാനുള്ള കൂടാരങ്ങളായി, അനേകരെ ചേർക്കാനുള്ള കൂടാരങ്ങളായി നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കാം. ദൈവാശ്രയബോധം അനേകർക്ക് ആശ്വാസം കൊടുക്കുവാനുള്ള കൂടാരങ്ങളാക്കി നമ്മളെ ആക്കി തീർക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.